സീരിയൽ നടിയുമായി ഔദ്യോഗിക വാഹനത്തിൽ കറങ്ങിയ ജയിൽ ഡിഐജി ബി പ്രദീപിന് ജയിൽ മേധാവിയുടെ താക്കീത്. ഡിഐജിക്കെതിരെ വന്ന പരാതിയിൽ ഐജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ മേധാവി ആർ ശ്രീലേഖയുടെ നടപടി. അതേസമയം ഔദ്യോഗിക വാഹനം ദുരുപയോഗം ഇനിയുണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്നും ജയിൽ എഡിജിപി നൽകിയ താക്കീത് ഉത്തരവിൽ പറയുന്നു. ജയിൽ വകുപ്പിലെ ദക്ഷിണ മേഖല ഡിഐജി ബി പ്രദീപിനെതിരെ ജയിൽ ഐജി ഗോപകുമാർ നടത്തിയ അന്വേഷണത്തിലാണ് സീരിയൽ നടിയുമായി ഡിഐജി ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്തതായി സ്ഥിരീകരിച്ചത്. ഈ സമയം വാഹനത്തിൽ നടിക്കൊപ്പം അവരുടെ പിതാവും ഉണ്ടായിരുന്നുവെന്നും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. അതിനാലാണ് കടുത്ത നടപടി ഒഴിവായത്. അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഡിഐജിയെ ജയിൽ മേധാവി താക്കീത് ചെയ്യുകയായിരുന്നു. ഇനി ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്താൽ കർശന നടപടി ഉണ്ടാകുമെന്നും ഡിഐജിക്ക് ജയിൽ മേധാവി ആർ ശ്രീലേഖ കൈമാറിയ താക്കീത് ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ മാർച്ച് 17-ന് പ്രമുഖ സീരിയൽ നടിയുമൊത്ത് ജയിൽ ഡിഐജി ഔദ്യോഗിക വാഹനത്തിൽ പത്തനംതിട്ടയിലേക്ക് പോയെന്നും അവിടെ നിന്ന് മറ്റു പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തുവെന്നും ജയിൽ ആസ്ഥാനത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പരാതി ലഭിച്ചിരുന്നു. പരാതി സംബന്ധിച്ച ജയിൽ മേധാവി ആർ ശ്രീലേഖ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് വിശദമായ അന്വേഷണത്തിനായി ഐജി ഗോപകുമാറിനെ ചുമതലപ്പെടുത്തിയത്. എന്നാൽ സീരിയൽ നടിയുമായി ഡിഐജി പ്രദീപ് പത്തനംതിട്ട ജയിലിലെത്തിയ ശേഷം എങ്ങോട്ട് പോയെന്നോ വാഹനത്തിന്റെ കിലോമീറ്റർ സൂചിപ്പിക്കുന്ന ലോഗ് ബുക്കോ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചല്ല അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ആക്ഷേപമുണ്ട്. ജയിൽ ഡിഐജി പ്രദീപിനെതിരെ ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടും ഡിഐജിയുടെ ഉറ്റ സുഹൃത്തു കൂടിയായ ഐജി ഗോപകുമാർ പലതും മറച്ചുവെച്ചുവെന്നും ആക്ഷേപം ശക്തമാണ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.